കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിത്രം എടുത്തു മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ പരിപാടി റദ്ദു ചെയ്യും എന്ന് രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. വിന്യാസമുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. റിനു, വീണ്ടും ഗവർണറുടെ പരിപാടിയിൽ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വന്നിരിക്കുന്നു. ചിത്രം എടുത്തു മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. പക്ഷേ അതിന് സ്വാഭാവികമായും ഗവർണർ തയ്യാറാകാൻ സാധ്യതയില്ല. എന്താണ് നിലവിലെ സാഹചര്യം? എന്താണ് വിശദാംശങ്ങൾ? ജി കെ, നേരത്തെ തന്നെ പത്മനാഭ ക്ഷേമ സമിതി അല്ലെങ്കിൽ പത്മനാഭ സ്വാമി ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർഷികാഘോഷങ്ങളുടെ പരിപാടിക്ക് വേണ്ടി സെനറ്റ് ഹാൾ ബുക്ക് ചെയ്തത്. അതിനുശേഷം ഭാരതാംബയുടെ ചിത്രം, കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം അവിടെ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് SFIയുടെയും DYFIയുടെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സെനറ്റ് ഹാളിലേക്ക് എത്തിയത്. ഗവർണറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അല്പസമയത്തിനകം തന്നെ ഈ സെനറ്റ് ഹാളിലേക്ക് ഗവർണർ എത്തും എന്നുള്ളതാണ്. പക്ഷേ ഈ പരിപാടി നടത്തുവാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ ഭാരവാഹികളൊക്കെ തന്നെ അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ് സർവകലാശാല രജിസ്ട്രാർ നേരിട്ടെത്തി സംഘാടകരോട് പറഞ്ഞത് ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഈ വേദിയിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളത്. പക്ഷേ മാറ്റുവാൻ വേണ്ടി ഈ സമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് സാഹചര്യം ഒരുങ്ങുന്നു. വൻ പോലീസ് സന്നാഹം ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരിപാടി റദ്ദു ചെയ്താലും ഭാരതാംബയുടെ ഈ ചിത്രം എടുത്തു മാറ്റാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ പത്മനാഭ സമിതിയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഗവർണർ ഇവിടെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അത് വഴിവെക്കും. നമുക്കറിയാം, നേരത്തെ തന്നെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് നേരിട്ട് കത്ത് നൽകുവാനും വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള സർക്കാർ പരിപാടികൾ എന്നതടക്കമുള്ള ഒരു കത്ത് നൽകുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി. ഇതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സെനറ്റ് ഹാളിലേക്ക് SFIയുടെയും DYFIയുടെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്ഭവനിൽ നിന്ന് ഗവർണർ സെനറ്റ് ഹാളിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ്. എന്തായാലും SFI പ്രവർത്തകർ ഇരുവശങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇവിടേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി പോലീസും രണ്ട് വശങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രധാന കവാടം കടന്ന് സെനറ്റിന്റെ ഹാളിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. സെനറ്റ് ഹാളിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കൊടി ഏന്തിയ, അതായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഇവിടെ വെച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിക്ക് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFI പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ജി കെ.